ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണക്കച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കച്ചക്ക എടുത്തിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം നമ്മുടെ കപ്പയൊക്കെ വാട്ടുന്ന പോലത്തെ അങ്ങനെ വാട്ടിയ ചക്കയാട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്ന്. ഈ പ്രാവശ്യം വന്നപ്പം ചുമ്മാ ചക്ക എടുത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങിയ ചക്കയാട്ടോ. ഇത് ഏകദേശം 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് നമുക്ക് കുറച്ച് ഒന്ന് കഴുകി വാരിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം, വെളുത്തുള്ളി, കാന്താരിമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെന്ത ചക്കയ്ക്കകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പില വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ആവി കയറ്റാം. ആവി കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുത്ത് വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കോല കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായി. ഈ നമ്മുടെ സാധാരണ ചക്ക വേവിച്ചതിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചക്ക വേവിച്ചത്. ഇത് കണ്ടോ, സാധാരണ നമ്മുടെ പച്ച ചക്ക വേവിച്ച അതേ കൺസിസ്റ്റൻസിയിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാൻ. ഞങ്ങളിവിടെ ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ.